നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പവർ ഓഫ് റീഡിങ്. എത്ര ആൾക്കാർ സ്കൂൾ ബുക്ക് കഴിഞ്ഞിട്ട് സത്യമായിട്ടും എന്നോട് ഇന്ന് സംസാരിക്കണം. സിമ്പിളാണ്, അൺബിലീവബിളി പവർഫുള്ളാണ്. ആരെങ്കിലും പിന്നൊരു ബുക്ക് എടുത്ത് വായിച്ചിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റീഡിങ്, നിങ്ങൾ ചെയ്യാറുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു സ്കൂളിലൊക്കെ പഠിച്ചതല്ലാണ്ട് പിന്നെ ബുക്ക് തൊട്ടിട്ടേ ഇല്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കാനോ, ഒരു ബുക്ക് ഒരു ദിവസത്തിൽ ഫിനിഷ് ചെയ്യാനോ, ഒരാഴ്ചയിൽ ഒരു ബുക്ക് ഫിനിഷ് ചെയ്യാനോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റായിട്ട് പഠിക്കാനോ ഒന്നുമല്ല പറയുന്നത്. 10 മിനിറ്റ് നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു ബുക്ക് വായിച്ചാലോ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോയിലോട്ട് വന്നേക്കുന്നത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല ചോയ്സസും നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റിന് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൈൻഡിലായാലും പലതും ഇങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഹാബിറ്റ്സ് എല്ലാ ദിവസവും ചേഞ്ച് ആവുക, ഫ്യൂച്ചറിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പോലും ക്ലാരിറ്റീനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നോളേജ് ഉണ്ടെങ്കിലും നോളേജിനെ നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ല. പിന്നെയും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, എന്തായിരിക്കും സൊല്യൂഷൻ? എന്തായിരിക്കും മാറ്റേണ്ടത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് എല്ലാ ദിവസവും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അസൈൻമെൻറ്റ്സ്, ഹോംവർക്ക്സ്, കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ലാണ്ട് ഓൺ ഗ്രോത്തിന് വേണ്ടിയിട്ട് വായിക്കൽ ശീലമാക്കുക. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് സത്യമായിട്ടും നമ്മളെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യമല്ല സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടെത്തുക എങ്ങനെയാണ്? അപ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എത്രയോ ടൈമല്ല, ഒരു 10 മിനിറ്റ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി 10 മിനിറ്റ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു ഡേയിൽ സ്പെൻഡ് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിളുടെ കൂടെ ഇരുന്ന് അവരുടെ എനർജീസിനെയും കൂടെ അലൈൻ ചെയ്ത് നമ്മളിതൊരു 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന ടൈം, ചെക്കൗട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ ടൈം, മെസ്സേജസിൻ്റെ ടൈം, ചായ കുടിച്ചുകൊണ്ടും കൂടെ ഈ കാര്യം ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് 100% ഷുവറാണ്. നമ്മൾ ഈ ഗ്രോത്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ഷാർപ്പൻ ചെയ്ത് കഴിഞ്ഞ് ഇതിനെ ജസ്റ്റ് റീഡിങ് അല്ല, ഒരു ട്രാൻസ്ഫോം ചെയ്യാൻ, നിങ്ങളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ, നോളേജബിൾ ആക്കാൻ, എവിടെയൊക്കെയോ മറന്നുപോയ നോളേജബിൾ ആക്കാൻ ഒരു 10 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പഠിച്ച് എന്തൊക്കെയോ വലിയ ആൾക്കാരാവാൻ വേണ്ടിയിട്ടല്ല, ഒരു പുതിയ കാര്യം എല്ലാ ദിവസവും പഠിച്ച് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൂഡിൻ്റെ ഒരു ചേഞ്ച്, പിന്നെ ഇതുകൊണ്ട് കിട്ടുന്ന ഒരു പുതിയ ഐഡിയ ചിലപ്പോൾ കിട്ടാം. ഭയങ്കര ഇൻസ്പിറേഷണൽ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് അവൻ്റെ ലൈഫിനെങ്കിലും എൻ്റെ ലൈഫ് ബെറ്റർ ആണല്ലോ എന്നുള്ളൊരു ഫീലിങ്ങിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു ന്യൂ പെർസ്പെക്റ്റീവ് എല്ലാ കാര്യത്തിലും കാണാൻ പറ്റും. മൈൻഡിനെ കുറച്ചും കൂടെ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിൽ നിന്ന് പോസിറ്റീവ് തിങ്കിലേക്ക് ഒരു ഹോപ്പ് എത്തിക്കാൻ പറ്റും, കാം ചെയ്യാൻ പറ്റും, സ്ട്രെങ്ത്തിനെ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു സ്മോൾ സ്റ്റെപ്പ് പക്ഷേ പവർഫുൾ ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര കുഞ്ഞേ കാര്യം ആണെന്ന് വിചാരിച്ച് ഈ ഒരു ഹാബിറ്റ് മാറ്റിയെടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറി ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കേപ്പബിൾ ഇനഫ് ആവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. മോർണിംഗ്സ് പ്ലാൻ ചെയ്ത്, ഓക്കെ, പ്രഷർ ഇല്ലാണ്ട് എത്ര ആൾക്കാർക്ക് അങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഒരു ചായ കുടിച്ചുകൊണ്ട് 10 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും 1 ഇയർ എൻ്റെ കൂടെ ഈ ഒരു പ്രോസസ്സിൽ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ റിയലൈസ് ചെയ്യാൻ പറ്റും എന്തോരം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും പുതിയ വാക്കുകൾ നമ്മൾ പഠിക്കും. ഈ പുതിയ വാക്കുകൾ പഠിക്കുമ്പോൾ പുതിയ കോൺഫിഡൻസ് നമുക്ക് വരും.
നമ്മുടെ ഐഡിയാസ് ഇമ്പ്രൂവ് ആവും. എക്സ്പ്ലനേഷൻസ് കൊടുക്കൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും നമ്മുടെ തോട്ടിനെ. ഓക്കെ, ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ കിട്ടും. കുറേ ലൈൻസ് നമുക്ക് പറയാൻ പറ്റും ഒറ്റയടിക്ക്, അല്ലേ? ഒരു ഡ്രാമാറ്റിക്കലിയും കാര്യങ്ങളിലും അയ്യോ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എന്നല്ലാണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. മാജിക്ക് സംഭവിക്കുമോ ഇല്ലയോ എന്നറിയാലോ. കമ്മിറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ മാജിക് സംഭവിക്കും എന്നുള്ളത് പ്രോമിസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, റീഡിങ് ഭയങ്കര ഡിഫറൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യും. ഒരു 10 മിനിറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ബ്രെയിനിനെ എന്ത് ചെയ്യുന്നതിനാൽ ടിങ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ബൾബ് കത്തുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പുതിയ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ഓരോരോ ടോപ്പിക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ന്യൂ പാറ്റേൺ നമ്മളെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ ബ്രെയിനിലൊരു ന്യൂ എക്സ്പീരിയൻസസ് ആയിരിക്കും. മെമ്മറി സ്ട്രെങ്തൺ ആവും, ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യും. ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് ടൈം മൈൻഡിനൊരു എക്സസൈസ് പോലെയും കൂടെ ഹെൽപ്പ് ചെയ്യും. ജിമ്മ്, യോഗ, നാച്ചുറോപ്പത്തി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ബോഡിക്ക് വേണ്ടി. പക്ഷെ ബ്രെയിനിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ റീഡിങ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ ഇത് മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷൻ ബ്രെയിനിനെ സ്ട്രെങ്തൻ ചെയ്യാനും എക്സസൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുന്നില്ല ആദ്യത്തെ ദിവസം തന്നെ എന്തൊക്കെയോ മാജിക്കലായിട്ടുള്ള ചേഞ്ചസ് ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും. പക്ഷേ 100th ഡേ ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത് 100% ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു സൂമിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഞങ്ങളുടെ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുക. എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഈ ഒരു ജേർണി ബിഗിൻ ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ ഒരു 100 ഡേയ്സ് കണ്ടിന്യൂസ് നിൽക്കുക. ഒന്നും അവോയ്ഡ് ചെയ്യാണ്ട്, ഒന്നും ചെയ്യാണ്ട്, എക്സ്ക്യൂസ് ഇല്ലാണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ബുക്ക് വായിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ആ ഒരു എക്സ്പ്ലെയിനിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ഈ ഒരു കണക്ഷനിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും. കുറേ പുതിയ ഐഡിയാസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. 1 പാരഗ്രാഫ് അങ്ങനെ വായിച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എൻ്റെ പെർസ്പെക്റ്റീവ് എങ്ങനെ മാറുന്നുണ്ടല്ലോ. മെല്ലെ വായിക്കാം, ക്യൂരിയസ് ആയിട്ട് വായിക്കാം, ജെൻറ്റ്ലി സ്ലോലി വായിക്കാം. ഓരോരോ പാരഗ്രാഫ് വായിച്ച് ഞാൻ ആ പാരഗ്രാഫ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ആ ഒരു മൂമെൻറ്റിനെ എൻഡ് ചെയ്യുന്നത്. ലൈവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ 1 ഇയർ 10 മിനിറ്റ്സ് റീഡിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ദിവസങ്ങൾ എങ്ങനെ മാറി, നമ്മുടെ ഒരു വർഷം, ഒരാഴ്ച എങ്ങനെ മാറി, ഒരു മാസം എങ്ങനെ മാറി, ഒരു കൊല്ലം എങ്ങനെ മാറി. മോർ നോളജബിളായിട്ട് മാറും നമ്മൾ. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോൺഫിഡൻസ്, ഫ്രണ്ട്സ്, ഗ്രോത്ത്, പാഷൻ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ആയിരിക്കും ഇംപ്രൂവ് ചെയ്തും ഡെവലപ്പ് ചെയ്തും വരുന്നത്. ഫോക്കസ് ചെയ്യാൻ പറ്റും, ഷാർപ്പറായിട്ടുണ്ടാവും, ബെറ്ററായിട്ടുണ്ടാവും. തിങ്കിങ് പാറ്റേൺസിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. കുറേ ക്ലിയറായിട്ടുണ്ടാവും നമ്മളെ വിഷൻസും കാര്യങ്ങളും. ഇമാജിനേഷൻസ് ബെറ്റർ ആയിട്ടുണ്ടാവും. നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എല്ലാ പാറ്റേൺസും മാറിയിട്ടുണ്ടാവും. സ്ട്രെസ്സൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് ആവും പല കാര്യങ്ങളും. എന്നിട്ട് മൈൻഡ് ചെയ്യാൻ തുടങ്ങും പലതും മൈൻഡ് ചെയ്യേണ്ടത്. അവനവൻ്റെ കാര്യം നോക്കാൻ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. മൈൻഡ്സ് വിൽ ബിക്കം വെരി വെരി സ്ട്രോങ്ങർ. എങ്ങനെയാണ് ഈ ഒരു ന്യൂവർ വേർഷനെ നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല. കണ്ടു കഴിയുമ്പോൾ യു വിൽ ലവ് യുവർ സെൽഫ് മോർ. നിങ്ങൾക്ക് തന്നെ സ്നേഹിക്കാൻ ഈസി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഫ്യൂച്ചർ എത്ര ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇമാജിനേഷൻ ഒരു 1 ഇയർ കഴിഞ്ഞ് ഈ ഒരു സക്സസ്ഫുൾ ജേർണിയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും മൈൻഡ് കാമറായി, ക്ലിയർ ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട്, വൈസ് ആയിട്ടും ബെറ്റർ വേർഷനിലൊക്കെ ആൾക്കാരായിട്ട് അപ്പിയർ ചെയ്ത് ഇൻസിഡൻസ് അല്ല ആക്സിഡൻസ് അല്ല നമ്മുടെ ലൈഫിൽ സംഭവിക്കുക, കുറേ ഇൻസിഡൻസ് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ഹാബിറ്റ്സ് നമുക്ക് ഡെയിലി ഡെവലപ്പ് ചെയ്ത് 10 മിനിറ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ ഗ്രേറ്റ്നെസ്സിലായിരിക്കും നിങ്ങൾ ഇരിക്കുക എന്നുള്ളത്
അതുകൊണ്ട് തന്നെ ഈ റീഡിങ് പ്രാക്ടീസ് ചെയ്യൽ ഭയങ്കര ദൂരമാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്, എക്സ്ക്യൂസസ് ആണ് പറയുന്നതെങ്കിൽ ഒരു സൂമിൽ ഒരു ഡോർ അവേ ഒരു മൊബൈൽ ഫോൺ എടുത്തിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന അത്ര ദൂരത്തിൽ ഞങ്ങൾ അവൈലബിൾ ആയിട്ടിരിക്കും. പേജസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ ടീച്ചറായിട്ടോ ഒന്നുമല്ല, ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം പോലെ, നിങ്ങളുടെ ഒരു മിറർ ഇമേജ് പോലെ, അല്ലെങ്കിൽ ഒരു കീ ഓഫ് റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. സ്മോൾ ആക്ട് തന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അസ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുള്ളാണ്, ഐ എന്ന് പറയുന്നതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് അസിനുണ്ടെന്ന് ബിലീവ് ചെയ്യണമുണ്ട്. ഞാൻ ഈ ഒരു പവർഫുൾ പ്രോമിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ ചെയ്യുകയാണ്. ഈ ഒരു ഗ്രോത്തിൽ, ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ നിങ്ങളുടെ കൂടെ ഇവോൾവ് ചെയ്യാനും ഈ പ്രോമിസസിൻ്റെ കൂടെ നിൽക്കാനും ഞാനൊരു ജേർണിനെ ബിഗിൻ ചെയ്യുകയാണ്. കമ്മിറ്റഡ്, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൽ ഈ ഒരു കുട്ടി ചാലഞ്ച് എടുത്ത് വലിയ ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യുക. സംതിങ് വെരി സ്മോൾ ആൻഡ് സംതിങ് വെരി പവർഫുൾ ആയിട്ട് 10 minutes റീഡിങ് ഓവർ കോഫി എവറി ഡേ മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയായിരിക്കും. ടു ബിക്കം ബെറ്റർ, ഐ പ്രോമിസ് മൈസെൽഫ് ടു ബിക്കം ബെറ്റർ. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഈ ഒരു സ്ട്രക്ചേർഡായിട്ട് ഈ ഒരു പാറ്റേണിൽ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി, ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി ടേക്ക് കെയർ ചെയ്യാൻ എൻ്റെ ലൈഫിൽ ആരും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ച കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത്, കുറേ പ്രോസസ്സസ് ചെയ്ത്, കുറച്ച് കാര്യങ്ങൾ ഞാൻ എപ്പോഴും ബിലീവ് ചെയ്തിട്ട് ഇത് നടക്കും എന്ന് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മൊത്തം കസ്റ്റമൈസ് ചെയ്ത് എടുത്തേക്കാണ്. Thank you so much for enrolling and thank you so much for being a part of it. Thank you all.